രാജാവ് നഗ്നനെന്ന് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തകർ. അവിടെ നമ്മുടെ മാഷക്ക് രൂക്ഷ വിമർശനം കിട്ടിയെന്നാ കേൾക്കുന്നത്. കാക്ക മലർന്നു പറക്കുകയാണോ എന്ന് സാധ്യതയുണ്ട്. കുണ്ടുകിണറ്റിലെ മണ്ഡപങ്ങളായിരുന്ന പാർട്ടിക്കാരും അണികളും കാലത്തിനനുസരിച്ച് മാറി വരുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇത്രയും കാലം ചുപ്പ് രഹോ സഖാക്കളായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി അതിന് മാറ്റം വന്നിരിക്കുകയാണ്. പ്രത്യയശാസ്ത്രങ്ങളും മാർക്സിസ്റ്റ് തത്വചിന്തകളും പണയം വെച്ച് അധികാരത്തിനും പണത്തിനും മാത്രമായി പാർട്ടിയെ മാറ്റിയ നേതാക്കൾക്ക് നേരെയാണ് അണികൾ കൊല്ലം സമ്മേളനത്തിൽ വാരിക്കുന്തമെടുത്തത്. തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജാഥ നടത്തിയപ്പോൾ പാവപ്പെട്ട തൊഴിലാളിയായ മൈക്രോ ഓപ്പറേറ്റർമാർക്ക് നേരെ മെക്കിട്ട് കയറിയത് ശരിയാണോ എന്നായിരുന്നു പ്രതിനിധികളുടെ ചോദ്യം. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെതിരെ പാർട്ടി നടപടിയെടുക്കാതിരുന്നത് എന്തെന്ന ചോദ്യവും ഉയർന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നടത്തിയ മരപ്പെട്ടി പ്രയോഗം വേണ്ടാത്തതായിരുന്നുവെന്നും വിമർശനം പറയുന്നു. പ്രതിനിധികൾ ഇരട്ടച്ചങ്കൻ മുഖിനെയും വെറുതെ വിട്ടില്ല. വികസനക്ഷേമ പദ്ധതികൾക്ക് പണം ഇല്ല എന്ന് മാത്രം പറയാൻ ഒരു സർക്കാർ എന്തിനാണെന്നാണ് അവരുടെ ചോദ്യം. മുഖ്യനും മൈക്രോ ഓപ്പറേറ്റർമാരുടെ നേരെ തട്ടിക്കയറിയതും അവർ എടുത്തു പറഞ്ഞു. MLA ആയ MV ഗോവിന്ദിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകാം, MLA ആയ ജോയിക്ക് ജില്ലാ സെക്രട്ടറിയും ആകാം. എന്നാൽ പഞ്ചായത്ത് അംഗമായ പാർട്ടിക്കാരന് ലോക്കൽ സെക്രട്ടറി ആകാൻ പാടില്ല. ഇതെങ്ങനെ ശരിയാവും എന്നായിരുന്നു പ്രതിനിധികളുടെ ചോദ്യം. പ്രതിനിധികളുടെ ചോദ്യങ്ങളിൽ ആട്ടാമ്പടലം അന്തിച്ചു പോയ നേതൃത്വം ഉത്തരമില്ലാതെ ശ്വാസം മുട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയെയും വെറുതെ വിട്ടില്ല. പ്രസംഗത്തിൽ ബേബി നടത്തിയ പരാമർശങ്ങളെ ചൊല്ലിയും വിമർശനം വന്നു. ദേശീയതലത്തിൽ CPM പരാജയമാണ്, താഴോട്ടാണ് പാർട്ടിയുടെ വളർച്ച എന്നാണ് അവർ ഓർമ്മിപ്പിച്ചത്. സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ പകരം ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിയാത്ത ഒരു പാർട്ടിയായി CPM മാറി. പാർട്ടി ഭരണഘടനയിൽ കോർഡിനേറ്റർ എന്ന പദവി ഉണ്ടോ? സമരങ്ങൾ നടത്താനോ താഴെത്തട്ടിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താനോ CPMന് കഴിയുന്നില്ല. ദേശീയ നേതാക്കൾ എന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയിരിക്കുന്നവർക്ക് അവിടെ എന്താണ് പണി? സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചും വിമർശനം ഉയർന്നു. ലൈഫ് പദ്ധതിയിലും ഇന്ദിര ആവാസ് യോജനയിലും ഉൾപ്പെട്ടവരെ AYയിലേക്ക് മാറ്റി ലൈഫ് പദ്ധതിയുടെ ഭാരം കുറയ്ക്കുകയാണ് സർക്കാർ. ഇത് പരോക്ഷമായി BJPയെ സഹായിക്കലാണെന്നും അവർ പറഞ്ഞു. ശക്തമായ ഭാഷയിൽ ചോദ്യശരങ്ങൾ ഉയർത്തിയപ്പോൾ അത് CPIMന്റെ അപജയങ്ങളുടെ കണക്കുകളായി മാറി. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ആരംഭിച്ച ചർച്ചയിലാണ് പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത്. അങ്ങനെ രാജാക്കന്മാരൊക്കെ നഗ്നരാണെന്ന് ഉറക്കെ പറഞ്ഞവർക്കെതിരെ CPIM എന്ത് നടപടിയെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. CPMന്റെ ഇക്കാലത്തെ പോക്കനുസരിച്ച് മിണ്ടുന്നവരെ മിണ്ടാട്ടമുട്ടിക്കുകയും ആരോപണ വിധേയരെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുന്ന നീതിരഹിതമായ നടപടികളാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വിമർശനം താങ്ങാനാവാതെ നേതൃത്വം വെട്ടിനിരത്താൻ സടകുടഞ്ഞെഴുന്നേൽക്കുമോ എന്ന് നേരിട്ട് തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.